നിർജ്ജലീകരണമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ശരീരത്തിൽ ജലാംശം കുറയുന്നത് നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. ഇത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. കാലാവസ്ഥ ഏതാണെങ്കിലും ദിവസവും 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കാറ്. പ്രത്യേകിച്ച് ശൈത്യകാലത്ത് തണുപ്പാകുമ്പോൾ ദാഹം തോന്നാനുള്ള സാഹചര്യം കുറവാണെങ്കിലും വെള്ളം കൃത്യമായി കുടിക്കണം. ശരീരത്തിന് ജലാംശം നിലനിർത്തുന്നതിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ശൈത്യകാലത്ത് പലർക്കും തലവേദന, മലബന്ധം, പേശികൾക്ക് വേദന തുടങ്ങിയ അവസ്ഥകൾ അനുഭവപ്പെടാറുണ്ട്. ഇത് വെള്ളം കുടിക്കുന്നതിന് കുറവുള്ളത് മൂലമാണ്. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതിനും അണുബാധ ഒഴിവാക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിൽ ജലാംശം ആവശ്യമാണ്. വെള്ളം കുടിക്കുന്നതാണ് മടിയെങ്കിൽ ജലാംശം അടങ്ങിയ ഭക്ഷണം ശൈത്യകാലത്ത് ശീലമാക്കാം. ഭക്ഷണത്തോടൊപ്പവും വെള്ളം കുടിക്കാമെന്നും പോഷകാഹാര വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ശരീരത്തിൽ നിർജ്ജലീകരണമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. മൂത്രത്തിന്റെ നിറം മാറുമെന്നതാണ് പ്രധാന ലക്ഷണം. മൂത്രത്തിന്റെ നിറം കടുംമഞ്ഞ നിറത്തിലാവുന്നത് ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ഇല്ലാത്തതിന്റെ സൂചനയാണ്. കാരണങ്ങളില്ലാതെയുള്ള ക്ഷീണം നിർജ്ജലീകരണത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. തലവേദന, ആവശ്യത്തിന് ജലാംശം ശരീരത്തിൽ ഇല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ വലിഞ്ഞു മുറുകും. അത് തലവേദനയ്ക്ക് കാരണമാകും. ഇടയ്ക്കിടെ വരുന്ന തലവേദനയ്ക്ക് നിർജ്ജലീകരണം കാരണമാകാം. ചുണ്ടും ചർമ്മവും വരണ്ടുണങ്ങുന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടോ എന്ന് സംശയിക്കാം. എന്നാൽ കഫീൻ അടങ്ങിയ കാപ്പി, ചായ പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് നിർജ്ജലീകരണം വർദ്ധിപ്പിക്കാൻ കാരണമാകും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ വെള്ളം അല്ലെങ്കിൽ ജലാംശം ധാരാളം അടങ്ങിയ തണ്ണിമത്തൻ, ഓറഞ്ച് പോലുള്ള പഴങ്ങളും കഴിക്കാവുന്നതാണ്. അതുപോലെ ദാഹിക്കുമ്പോൾ മാത്രമല്ല, ഇടവേളയെടുത്ത് ദിവസം മുഴുവൻ വെള്ളം കുടിക്കാൻ ബോധപൂർവം ശ്രമിക്കുക.